രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള വയനാട്ടിലെ പരിപാടികൾക്ക് തുടക്കമായി. വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ക്ഷണിക്കപ്പെട്ട 500 പേർ പരിപാടിയുടെ ഭാഗമായി. വയനാട്ടിലെ ദുരന്തവും പുനരധിവാസവും എടുത്തുപറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ കുറ്റപ്പെടുത്തി. കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന പൗരപ്രമുഖരുടെ കൂടിക്കാഴ്ചയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പലതരത്തിലുള്ള ദുരന്തങ്ങളാണ് കേരളം നേരിട്ടത്. അതിനെയെല്ലാം ഒറ്റക്കെട്ടായി നേരിടാൻ നമുക്ക് സാധിച്ചപ്പോഴും അർഹതപ്പെട്ട കേന്ദ്ര സഹായം നിരാകരിക്കപ്പെട്ടു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വിദേശ സഹായം കൈപ്പറ്റിയ നരേന്ദ്രമോദി കേരളത്തിന് അർഹമായ വിദേശ സഹായം വാങ്ങുന്നതിൽ തടസ്സം നിന്നെന്നും കുറ്റപ്പെടുത്തി. ചൂരൽമല ടൗൺഷിപ്പ് കേന്ദ്ര സഹായം ഇല്ലെങ്കിലും പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ നാം കാണേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിന് നേരെ ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്? ചില സാങ്കേതിക ന്യായങ്ങളൊക്കെ പറയുമ്പോഴേക്കും PDNA-യുടെ കണക്ക് കിട്ടണം വന്നൊക്കെയാണ്. ഒരു PDNA-യുടെയും കണക്കിന് കാത്തുനിൽക്കാതെ ദുരന്തമുണ്ടായപ്പോ ഉടനെ തന്നെ പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് സംസ്ഥാനങ്ങളിൽ ത്രിപുരയിൽ കൊടുത്തു. ദുരന്തം വന്നേക്കാനിടയിൽ എന്ന് കണ്ടുകൊണ്ട് പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ബീഹാറിൽ നല്ലതാണതൊക്കെ, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ പട്ടികയിലൊക്കെ ഇടം പിടിക്കാൻ ഈ കേരളത്തിന് എന്തുകൊണ്ട് അർഹതയില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു? ഉത്തരവില്ല. അതേ നില തുടരുകയാണ്. എന്നാൽ ഇവിടെയും എല്ലാവരും ദുരന്തഘട്ടത്തിൽ മാത്രമല്ല ദുരന്തത്തിന് ശേഷവും നല്ല രീതിയിൽ സഹകരിക്കാൻ തയ്യാറായി. വലിയ തോതിലുള്ള സഹകരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായി. സംസ്ഥാന സർക്കാരിനെ അതുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും ഉണ്ടായില്ല. ആദ്യമേ തന്നെ നിലപാടെടുത്തു. ഈ ദുരന്ത ഭൂമിയിൽ സ്വാഭാവികമായും അവിടെ വീണ്ടും താമസിക്കുക പ്രയാസമാണ്. അപ്പോ ആ ദുരന്തത്തിനിരയായവരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കണം. പ്രദർശന വിപണന മേള ഇന്ന് തുടങ്ങാനിരിക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചു. കലാപരിപാടികളും ഒഴിവാക്കി. പട്ടികവർഗ വിഭാഗക്കാർക്കായി പരൂർക്കുന്നിൽ നിർമ്മിച്ച 123 വീടുകളുടെ താക്കോൽദാനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, OR കേളു, V അബ്ദുറഹ്മാൻ തുടങ്ങിയവരും ജില്ലാതല യോഗത്തിൽ പങ്കെടുത്തു. 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൽപ്പറ്റയിൽ LDF നടത്തുന്ന പൊതുസമ്മേളനവും ഇന്ന് നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്.